എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ആദ്യമായിട്ടാട്ടാ ഒരു വീഡിയോ എടുക്കുന്നത്. ഒരു യൂട്യൂബ് ചാനലൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ പക്ഷെ എത്ര കാലം വീഡിയോ എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും നമ്മളൊരു സിലോപ്പി പൊള്ളിച്ചത് എന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ആദ്യത്തെ. അപ്പം ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു മീനിനെ വളർത്തുന്ന ഒരു കുളമുണ്ട് തൊട്ടടുത്ത്. അപ്പോൾ അവിടുന്ന് ഞങ്ങളൊരു ഏകദേശം 2 കിലോ വരും. ഏകദേശം എനിക്ക് തോന്നുന്നതിൽ എത്ര പീസ് ഉണ്ട്? 1, 2, 3, 4, 6, 7 പീസ് ഉണ്ട്. ഇതൊരു വലിയ പീസ് ഉണ്ട്. സെലക്ട് ചെയ്തെടുത്താണ്. വലിയ മീന. മൊത്തത്തിൽ ഒരു 2 കിലോ വരും. അപ്പോൾ നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ഇനി ഇത് ഓരോന്നായിട്ട് അങ്ങോട്ട് നേരാക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മീൻ നേരാക്കുകയാണ്. ഏകദേശം ഒരു 5-6 ഉണ്ട്. അപ്പോൾ നേരാക്കാൻ കുറച്ച് സമയം എടുക്കും. കണ്ടോ ആ വലിയ മീൻ കണ്ട, നല്ല വലുപ്പമുണ്ട് കേട്ടോ. അതൊക്കെ കട്ട് ചെയ്ത് കളയണം നന്നായിട്ട്. ഇതിന് നല്ല വാഴയില ഇതിന് ആവശ്യമാണ്. ഇത് നീളത്തിലുള്ള ഒന്ന് മാത്രത്തിൽ നല്ല നീളത്തിലുള്ള എടുത്താൽ മതി. ബാക്കിയൊക്കെ ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല. കണ്ട പൊള്ളിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല വാഴയില എല്ലാം നല്ലതാണ്. മഴ പെയ്തത് കൊണ്ട് നല്ല വാഴയിലുണ്ട്. നല്ല നാക്കലുണ്ട്. വീട്ടിൽ തന്നെ പിന്നെ എല്ലാം ഉള്ളത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, അപ്പൊ നമ്മളിതില് ഇനി മസാല പരത്താണ് കേട്ടോ. മസാല തേക്കുകയാണ്. ഇതിലുള്ള ഐറ്റംസ്: മുളക് പൊടി 3 സ്പൂണ്, മല്ലിപ്പൊടി 2 സ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, മീൻ മസാല ഒരു ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഉപ്പും കുറച്ച് ഉപ്പും അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ്ട റെഡി ആയതുകൊണ്ട് അതിലേക്ക് ഇതാ നമ്മുടെ വലിയ മീനാണ്. കണ്ട അടിപൊളി വലിയ സാധനം കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇപ്പൊ കാണുമ്പോ തന്നെ നല്ലൊരു കൊതിയാണ്. നമ്മുടെ 4 മീനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. മസാല വരട്ടിയിട്ട് കണ്ട നല്ല മസാല നല്ല അകത്ത് നല്ലോണം കയറിയിട്ടുണ്ട്. നമ്മളെ ചെറിയൊരു വരയിട്ടുണ്ട് ഇതിൽ. കണ്ട ഇതിന്റെ അകത്തേക്ക് മസാല നല്ലോണം കയറിയിട്ടുണ്ട്. ആ കാശ്മീരി ചില്ലി ഇട്ടത് കൊണ്ടേ കണ്ട, നോക്ക് നിറം നോക്കില്ലേ ഇതിന്റെ. നല്ല അടിപൊളിയായിട്ടുണ്ട് സംഭവം. അപ്പൊ ഇനിയിപ്പോ നമ്മള് ഇതിപ്പോ മസാല വരട്ടിയുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഗ്രേവി ഉണ്ടാക്കേണ്ട ഐറ്റംസിലേക്ക് കിടക്കാം. അപ്പൊ നമ്മള് മീൻ ഇതാ മസാലയൊക്കെ പുരട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഗ്രേവിക്കുള്ള ഐറ്റംസ് ആണ് കേട്ടോ റെഡിയാക്കുന്നത്. ഗ്രേവിക്ക് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? ചെറിയ ഉള്ളി തന്നെ വേണം, വേറെ വലിയ ഉള്ളി ഉപയോഗിക്കരുത്. ചെറിയ ഉള്ളിയാണ് ഇതിന്റെ മെയിൻ. ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഉണ്ടത്. ഈ ഇഞ്ചി ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ലഭിക്കുന്ന ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി, ഇത് പച്ചമുളക്, തക്കാളി. ഇതിന്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മളിപ്പോ 4 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ 4 അനുസരിച്ചിട്ടുള്ള അളവാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇപ്പൊ 1 ആണെങ്കിൽ ഇതിൽ അളവ് അതിനനുസരിച്ച് എടുത്താൽ മതി. ഐറ്റംസ് എല്ലാം ഇതിലുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കേട്ടോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മളെ ചെറിയ ജാറില്ലേ, കുട്ടി ജാറില്, അതിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ മറ്റടുപ്പിൽ നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. മീനില്ലേ? മീൻ ഓരോന്നായിട്ട് കുറച്ച് ഇത് കുറയ്ക്കണം. തീ കുറച്ച് കുറയ്ക്കാം അല്ലേ? നല്ലോണം വാട്ടണം അത്. കുറച്ച് ഉപ്പിട്ട് അത് പെട്ടെന്നൊന്ന് വാടി കിട്ടും. അത് ശരി. ഒന്ന് പിടിച്ചിട്ട് കയ്യിൽ പിടിച്ചിട്ടാണ്. മീനിന്റെ മണം ഇപ്പൊ തന്നെ വരാൻ തുടങ്ങി. എന്ന് വെച്ചാൽ മസാല അടിപൊളി മസാലയാണ്. നമ്മള് ചെറിയ ജാറില്, മിക്സിന്റെ ജാറില വെളുത്തുള്ളി ഇഞ്ചിയും കൂടി അരച്ചു വെച്ചതാണ്. അത് നമ്മൾ മിക്സ് ചെയ്യും. ഇപ്പോൾ ഇത് വാട്ടാം. ചെറിയ ഉള്ളി വാട്ടുകയാണ്. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ചെറിയ ഉള്ളി വാട്ടുക. അതോടുകൂടി തന്നെ നമ്മൾ
മീന് വറക്കാനും തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് കേട്ടോ. ഈ ഇത് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് മീനിൻ്റെ ചെറുതായിട്ട് കമ്മിയാക്കിയിട്ട് തീ എപ്പോഴും കമ്മിയാക്കിയിട്ട് വെക്കണം. മീന് ഒരു സൈഡ് മറിച്ചിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ അത് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പം തന്നെ നല്ല മണമുണ്ട്. ഉള്ളി ഒരുവിധം വാടി വരുന്നുണ്ട് അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഇത് അതിൽ മിക്സ് ചെയ്യാം. കുറച്ചുള്ളത് തക്കാളി, പിന്നെ ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ അരച്ച് വെച്ചതാണ് കേട്ടോ. ആ പേസ്റ്റ് ചെയ്തത് നമുക്കതിൽ മിക്സ് ചെയ്തിട്ട് ഇളക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ മീൻ നോക്കുക നല്ല പൊട്ടപ്പനായിട്ടുണ്ട്. ഇപ്പം തന്നെ അതിൻ്റെ മണം കണ്ടല്ലേ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ല നീ. നമ്മളതിൽ കുറച്ച് തക്കാളി ബാക്കിയുണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില കുറച്ചിട്ടുണ്ട്. മീനിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പുക വരുന്ന കണ്ടത്. അടിപൊളി കാണാൻ കേട്ടോ. ഇനി മസാല ചേർക്കാം. ആദ്യം ഒന്ന് കുറച്ചുകൂടി ആകട്ടെ. കാരണം തക്കാളി ഇപ്പോൾ ലാസ്റ്റ് ഇട്ടല്ലോ. പച്ചമുളക് തൊട്ട് തക്കാളി ഇട്ടു. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാം ഇട്ടു. ഗ്രേവിക്കുള്ള എല്ലാ ഐറ്റംസും ഇട്ടിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് വാടട്ടെ. മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ മീനാണ്. അടിപൊളി. എപ്പോഴും എന്താണ്ട് ഈ തീയാണ് ഇതിൻ്റെ മെയിൻ. അത് തീ കുറച്ച് എപ്പോഴും കുറച്ച് ആക്കാൻ പാടുള്ളൂ. നല്ല വലുന്ന കത്തിയാണ് കരിഞ്ഞ കിടക്കും. ആ വലിയ മീനാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഒരു വലിയ മീൻ പിടിച്ചതാണ്. അപ്പോൾ അവിടെ അതിങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗ്രേവിക്കുള്ളത്. ഈ മണം അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. നല്ല അതെ ഇപ്പൊ തന്നെ തീർത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ രണ്ടാമത്തെ മീനാണ് കേട്ടോ. നല്ല വറുത്ത് നല്ല മണമുണ്ട്. ഒന്നാമത്തെ നമ്മൾ നേരത്തെ തന്നെ വറുത്ത് വെച്ചിട്ട് നമ്മുടെ ഗ്രേവി ഒരു വിധ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇട്ട ഇൻഗ്രീഡിയൻസിന് പുറമെ ഇതിലിത്തിരി മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല കുറച്ച് ഇട്ടിട്ടുണ്ട് പാകത്തിന് കേട്ടോ. നേരത്തെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതിന് പുറമെയാണ് നമ്മൾ ഇതും കൂടി ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഗ്രേവി ഇപ്പോൾ ഒരുവിധം ഗ്രേവി ആയിട്ടുണ്ട്. ഗ്രേവി ഇപ്പോൾ ഒരുവിധമായി. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിലൊന്ന് ജസ്റ്റ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുവിധമായിട്ടില്ല. അതൊന്ന് നമുക്ക് ഗ്രേവി ഇറക്കി വെക്കാം കേട്ടോ. ഗ്രേവി ഓഫ് ചെയ്തു ചെറിയ ചൂട് വെച്ച് നമുക്ക് ഇല വാട്ടല്ലേ. ഇല എടുത്തു. ചെറിയ ചൂട് മതി. ജസ്റ്റ് അങ്ങനെ ആക്കിയാൽ മതി. ഓക്കെ. എന്താ രണ്ടാമത്തെ മീനും ആയിട്ടോ. ഏകദേശം രണ്ടാമത്തെ മീൻ ഏകദേശം ആയിട്ടുണ്ട്. രണ്ടാമത്തെ മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ ഇറക്കി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി എണ്ണ വെച്ചാൽ എണ്ണ പോകാം. മൂന്നാമത്തെ വെക്കുന്നത് ഞാൻ പറയുകയാണെങ്കിൽ 2 മീൻ മതി തോന്നുന്നു. കാരണം അതിൻ്റെ മണം അങ്ങോട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ബാക്കി നമുക്ക് പിന്നെ ഉണ്ടാക്കാം. നമുക്ക് മൂന്നാമത്തെ അടുപ്പത്ത് വെച്ചല്ലോ. എന്നാൽ ഇത് സെറ്റ് ചെയ്താലോ നമുക്ക് ഈ 2 മീനിൻ്റെ ഇലയിൽ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 മീൻ മതി. കാരണം ബാക്കി ചെയ്യാനുള്ള ക്ഷമ നമുക്കില്ല. നല്ല മണം ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതാ ഇല റെഡി ആയിട്ടുണ്ട്. വാടി ഇല റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഗ്രേവി അടിയിൽ കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. ആ ഗ്രേവി ഇനി മീൻ
വെച്ചിട്ട് അത് പൊതിയണം. അത് കുറച്ചും കൂടി കിട്ടും. ഇല നല്ലോണം വാടിയിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്, ഇത് മതി. ഓക്കെ. ഈ മണമൊന്നും സഹിക്കാൻ പറ്റാത്ത ഈ കുക്ക് ചെയ്യുന്ന ആൾക്കാരനെയൊക്കെ സമ്മതിക്കണ്ടേ? ഈ മണമൊക്കെ സഹിച്ചിട്ട് ഒരു മീൻ വയ്ക്കും. അങ്ങനെ മീൻ വയ്ക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്ത് വെച്ചാൽ അടിയിൽ ആ ഗ്രേവി ഉണ്ടാക്കിയല്ലോ, ആ ഗ്രേവി അടിയിൽ വെച്ചു. അടിയിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മേൽഭാഗത്തായിട്ട് വറുത്ത മീൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ചുകൂടി ഗ്രേവി വെക്കും. എല്ലാം അവിടേക്കും അതിൻ്റെ ആ ഗ്യാപ്പിലൊക്കെ ഉണ്ട്, സൈഡിലൊക്കെ ചെയ്യും. ഫുള്ളായി കവറായി മൊത്തത്തിൽ. എല്ലാം വേണം മൊത്തം അതിൻ്റെ എല്ലാം അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അതെ, അത്രയും വേണ്ടി വരുള്ളൂ, രണ്ട് സൈഡും ഏകദേശം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ചേർത്തിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് 2 കെട്ടിയിട്ടുണ്ട് കേട്ടോ. 2 കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് 3ാമത്തെ റെഡി ആയിക്കൊണ്ടിരിക്കണം. 4ാമത്തെ അടുപ്പത്ത് വേണം. അപ്പോൾ നമുക്ക് ഈ പൊതിഞ്ഞ് വെച്ചത് നമുക്ക് കല്ലിലേക്ക് എടുക്കണം. കല്ലിൽ ഇത്തിരി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ല ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കല്ല്. അപ്പം അതിൻ്റെ മേലെ 2 പറ്റില്ലേ, ചേർത്തി വെച്ചാൽ മതി. അത് വെള്ളത്തിൻ്റെ വെള്ളമാണ് സൗണ്ട്. തീ കുറച്ച് കമ്മിയാക്കിയിട്ടല്ലോ ഇതിരിക്കുന്നത്. കമ്മിയാക്കി വെച്ചാണ്. ഒന്നുകൂടി ചേർത്ത് വെച്ചത് അങ്ങനെ. അപ്പം നമ്മളത് പൊള്ളിക്കുകയാണ് മീൻ. അത് മെല്ലെ ഒന്ന് നന്നായി വന്നിട്ട് അടിമറിച്ചിട്ടോട്ടോ. മറിച്ചിട്ട് അത് 2 മറിച്ചിട്ടില്ല, ഇപ്പുറത്ത് മറിച്ചിട്ടില്ലേ, അത് ചേർത്ത് വെക്കായിരുന്നു. ചൂട് കാട്ടല്ലേ, ഇത്രയും പാടുള്ളൂ. നമ്മുടെ 4ാമത്തെ മീനും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അതിന് മണം ഇതൊന്നും മറിച്ചിട്ടായിരുന്നു. ഏകദേശം ആകും കേട്ടോ. ഒന്ന് അടിമറിച്ചിട്ട് കഴിഞ്ഞാൽ ആകും. നമ്മളിതാ 3 റെഡി ആയി കേട്ടോ. 3 മറിച്ചിട്ടില്ലേ, ഇങ്ങോട്ടും മറിച്ചിട്ടുണ്ടല്ലോ അല്ലേ. 3 റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ എണ്ണയൊക്കെ കണ്ടങ്ങോട്ട് ഇറങ്ങിയിട്ട് മണം പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. നമുക്കിന്നത് തുറക്കുക എന്നാൽ. ഓക്കെ, ഒരു പ്ലേറ്റിക്ക് എടുത്ത് വെച്ചാൽ മതി. 3 റെഡി ആയല്ലോ അല്ലേ. അല്ല, എണ്ണ ഇറങ്ങുന്ന നോക്കുക. മണവും നന്നായിട്ടുണ്ട്. ഇത് അങ്ങോട്ട് ടേബിളിലേക്ക് കൊണ്ടുപോയി വയ്ക്കാം. ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു നാരങ്ങ എടുത്തോ കേട്ടോ. നമുക്കിത് ഇതിലേക്ക് വെച്ചാൽ മതി. ഒരു നാരങ്ങ എടുക്കണേ. എൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് നോക്കാം. സാധനം റെഡി. എണ്ണയ്ക്ക് പുറത്ത് വന്നിരിക്കുന്നതാണ്. മണം നോക്ക്. ഒരു പീസ് എടുത്താ അച്ചെടുത്ത് തരാം കേട്ടോ. ചൂടുണ്ട് കേട്ടോ. നോക്കട്ടെ, മസാല നമുക്ക് കറക്റ്റ് ഉള്ളിൽ പിടിച്ചിട്ടുണ്ട്. ചൂടുണ്ട്. അടിപൊളിയാണ്. ഇപ്പൊ നാരങ്ങ കൂടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്ക് പ്രതീക്ഷിച്ചാട്ടാ. നമ്മുടെ ആദ്യത്തെ പൊള്ളിച്ചത് ഉണ്ടാക്കുന്നത് തരാം. 2 തരാം. ഫുഡ് കഴിക്കാം. കാരണം ഇതിന്റെ ടേസ്റ്റ് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ്.
ഞാൻ ഇതിന് ചോറെടുത്തിട്ടുണ്ട്. കറി ആക്കിയിട്ട് കഴിക്കണം. ഇനിയിപ്പോൾ ഒന്നും കൂടി ഉണ്ട് സാധനം. ഇനി ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അത് പിന്നീട് ഉണ്ടാക്കാം. കാരണം അതൊന്ന് ശ്രമിക്കാനുള്ള നേരം അത്രയ്ക്ക് ടേസ്റ്റ്. കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് നാരങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് അവൻ്റെ ഒരു പ്ലേറ്റ് ചോറ് ഇപ്പം തന്നെ കഴിയും. ചോറിനല്ലേ ഞാനും ഇത്തിരി എടുത്ത് കഴിക്കുന്നു. എന്തായാലും ഇതിൻ്റെ കൂടെ തൽക്കാലം പറഞ്ഞു ഫുഡ് തൽക്കാലം പറ്റില്ല. അതുകൊണ്ട് മാത്രം അപ്പഴേക്ക് ഡ്രസ്സാണ് നമ്മൾ സിമ്പിളാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. കുറച്ച് ക്ഷമ വേണമെന്നേ ഉള്ളൂ. ക്ഷമ ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന അവസ്ഥയല്ല. കാരണം ഇതന്നെ ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ ക്ഷമയില്ല. 3 ഉണ്ടാക്കിയുള്ളൂ. ബാക്കി 3 ഇനി അവിടെ ഇരിക്കുന്നുണ്ട്. ആദ്യം തന്നെ നല്ല നല്ല മീൻ കിട്ടുമെന്ന് നോക്കാം. ഫ്രഷ് മീൻ തന്നെ വേണം. വേറെ മീൻ ഉപയോഗിക്കരുത്. ഫ്രഷ് മീൻ മേടിക്കുക. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നേരത്തെ പറഞ്ഞ റെഡിയാക്കുക. വറക്കുമ്പോൾ ശ്രദ്ധിച്ച് വറക്കണം. ഈ കറക്റ്റായിട്ട് വെക്കണം. എന്നിട്ട് കുറച്ച് ശ്രമിച്ചാൽ മാത്രമേ ഇത് കഴിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ചിലപ്പോൾ മീൻ വറുത്തത് എടുത്ത് കഴിക്കും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കണം കേട്ടോ. എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.